بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد سورة سبأ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 428 429. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. വല്ലദീന സഅഉ ഫീ ആയാതിനാ വല്ലദീന സഅഉ, എല്ലാ അക്ഷരങ്ങളിലും ഇസ്തിഫാൽ ആണ്, തർക്കീഖ് നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീന സഅഉ മുആജിസീന, ഇതിലൊക്കെയുള്ള ഐനുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐന്, സ തുടങ്ങിയ അക്ഷരങ്ങളാണ് ചിലർക്ക് അബദ്ധം വരാറുള്ളത്. അതുപോലെ എല്ലാ ഹർഫും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഉലൈക ലഹും, മദ് മുത്തസിൽ വാജിബ് ഉള്ളൊരു പദമാണിത്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉലൈക ലഹും അദാബ്, ലഹും സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. ലഹും അദാബ്, ലഹും അദാബും മിർ റിജ്സിൻ അലീം. അദാബുൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗുന്ന കാമിൽ. മിൻ എന്നതിലെ സാക്കിന നൂൻ റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇത് ബിഗൈരി ഗുന്ന, മിർ റിജ്സിൻ. അപ്പോൾ നൂന് തീരെ കേൾക്കൂല. മിർ റിജ്സിൻ ഇത് കാമിലാണ്. തൻവീനിൻ്റെ അദാബും മിൻ എന്നതും ഇത് കാമിൽ തന്നെയാണ്. അപ്പോൾ അദാബും മിർ റിജ്സിൻ അലീം, റിജ്സിൻ ഇതിലുള്ള തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹംസയാണ് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ അദാബും മിർ റിജ്സിൻ അലീം. 3 ഹുക്മുകളാണ് അവിടെ. നൂൻ സാക്കിന തൻവീൻ്റെ 3 ഹുക്മുകൾ. ഒന്ന് ഇദ്ഗാം ബിഗുന്ന കാമിൽ, രണ്ടാമത്തേത് ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ, അതുപോലെ മൂന്നാമത് ഇൽഹാർ ഹൽഖി. ويرى الذين أوتوا العلم الذي أنزل. ويرى ഇതിലെ റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. അല്ലദീ ഇതിലെ ദീർഘവും മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉൻസില സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മറച്ച് മണിക്കുക. അപ്പോൾ വയറല്ലദീന ഊതുൽ ഇൽമ അല്ലദീ ഉൻസില ഇലൈക. മിർ റബ്ബിക അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക. മിൻ എന്നതിലെ തൻവീനിനെ സാക്കിന നൂനിനെ പൂർണ്ണമായും റായിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇത് ബിഗൈരി ഗുന്ന, റായിന് തഫ്ഖീം കൊടുക്കുക. മിർ റബ്ബിക
മിർ എന്നിങ്ങനെ റായിന് വിറയൽ വരുന്നത് സൂക്ഷിക്കണം. തക്രീർ സൂക്ഷിക്കേണ്ട സന്ദർഭമാണ്. ഷദ്ദുള്ള റാ. മിർ റബ്ബിക ഹുവൽ ഹഖ്, ഹുവൽ ഹഖ്, ഹ ശേഷം ഖാഫ്. ഇതിൻ്റെ ഒക്കെ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷദീദായ ഹർഫാണ്. ഹുവൽ ഹഖ് വയഹ്ദീ ഇലാ, വയഹ്ദീ മദ് മുൻഫസിൽ ജായിസാണ്. യാഇനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇലാ സിറാത്തി, ഇലാ സിറാത്തി. സ്വാദ് ശേഷം റാ, റാഇൻ്റെ അലിഫ് ശേഷം ത്വാ. എല്ലാം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. സ്വാദിനും ത്വാഇനും കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. തടിപ്പിച്ച് ഉച്ചരിക്കുക ഈ അക്ഷരങ്ങളൊക്കെ. സിറാത്തി, സിറാത്തിൽ അസീസിൽ ഹമീദ്. ഐന് ഹ ഒക്കെ തൊണ്ടയുടെ മധ്യമാണ്. രണ്ടിൻ്റെയും മഖ്റജ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശരിയായ വിധത്തിൽ ഓതുക. അൽ ഹമീദ് ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യേണ്ടതാണ്. അൽ ഹമീദ്. وقال الذين كفروا هل ندلكم على رجل. وقال ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. الذين كفروا റാഇന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. وقال الذين كفروا هل ندلكم على, هل ندلكم സാക്കിന ലാമിനെ ഇൽഹാർ ചെയ്യണം. നദുല്ലുക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹൽ നദുല്ലുക്കും അലാ റജുൽ. റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. അലാ റജുലിൻ യുനബ്ബിഉക്കും. തൻവീൻ സാക്കിൻ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. യുനബ്ബിഉക്കും സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകേണ്ടതാണ്. മണിക്കാതെ വെളിവാക്കുക. യുനബ്ബിഉക്കും ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖ്. മുസ്സിഖ്തും ഖാഫിന് ഖൽഖല സുഗ്റ നൽകി തഫ്ഖീമോടുകൂടി ഖാഫിനെ ഉച്ചരിക്കണം. മുസ്സിഖ്തും കുല്ല മുമസ്സഖ്. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. മുമസ്സഖീൻ കുല്ല മുമസ്സഖീൻ ഇന്നകും. മുമസ്സഖീൻ എന്ന് കസ്റോട് കൂടി ഉച്ചരിക്കുമ്പോൾ കുറഞ്ഞ തഫ്ഖീം ഖാഫിന് കൊടുക്കുക. തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. മുമസ്സഖീൻ ഇന്നകും. നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സാക്കിന മീം പദത്തിൻ്റെ അന്ത്യത്തിലുള്ളത് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. ഖാ തഫ്ഖീം ചെയ്യണം. ഖാഫിനും തഫ്ഖീം. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. തൻവീനിന് ശേഷം ജീം വന്നു. ഇഖ്ഫ ഹഖീഖി മറച്ചു മണിച്ചുച്ചരിക്കുക. ഖൽഖിൻ ജദീദ്. വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യേണ്ടതാണ്. ഖൽഖിൻ ജദീദ്. അഫ്തറ അലല്ലാഹി കദിബ. അഫ്തറ റാഇനും അലിഫിനുമാണ് തഫ്ഖീമുള്ളത്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അഫ്തറ അലല്ലാഹി കദിബ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിൻ്റെ ലാമിൻ്റെ ദീർഘാക്ഷരമായ അലിഫ് ഇതിലൊക്കെയും തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ചുച്ചരിക്കുക.
على الله كذبا أم به جنة أم به സാക്കിന മീം ഇഖ്ഫ ഷഫഈ നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. ബിഹി ജിന്ന നൂൻ മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ജിന്ന അവിടെ തായിൽ ഹാ ആക്കിക്കൊണ്ട് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യണം. ചേർത്തോതുകയാണെങ്കിൽ ജിന്നതും ബലില്ലദീന എന്ന് ഇഖ്ലാബ് ചെയ്യേണ്ടതാണ്. തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം, അവ്യക്തമാക്കി ഉച്ചരിക്കുക. ഫലത്തിൽ ഇഖ്ഫ ഷഫവി വരുന്നതാണ്. ജിന്നതും ബലില്ലദീന ലാ യുഅ്മിനൂൻ ബലില്ലദീന ലാ യുഅ്മിനൂൻ ഹംസ ഷിദ്ദത്തിൽ നൽകി ഉച്ചരിക്കണം. യൂമിനൂൻ എന്നായി പോകരുത്. ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അവിടെയും ഹംസയെ ഷദീദാക്കി ഉച്ചരിക്കുക. ബിൽ ആഖിറതി ഖാഇന് കസ്ർ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. റാഇനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഫിൽ അദാബി ഐന് ദാല് എല്ലാം ശ്രദ്ധിക്കുക. തർഖീഖിന്റെ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. വദ്ദലാലിൽ ബഈദ് ദ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. ഇസ്തിതാല എന്ന പ്രത്യേക സിഫത്തുള്ള അക്ഷരമായ ദ്വാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കുക. വദ്ദലാലിൽ ബഈദ് ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد. أفترى على الله كذبا أم به جنة بل الذين لا يؤمنون بالآخرة في العذاب والضلال البعيد.